കോൺഗ്രസിനെ വിടാതെ പിന്തുടരുകയാണ് കങ്കണ റണാവത്ത്. സംസ്ഥാന സർക്കാർ വായ്പയെടുത്ത് പണം സോണിയാഗാന്ധിക്ക് വകമാറ്റിയെന്ന മണ്ഡി MP കങ്കണ റണാവത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് MPക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ്. കങ്കണയുടേത് വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവനയാണ് എന്നും തന്റെ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്നും കോൺഗ്രസ് പറയുന്നു. അല്ലെങ്കിൽ അവരുടെ പരാമർശങ്ങളിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ സംസ്ഥാന സർക്കാർ വായ്പയെടുത്ത് പണം സോണിയാഗാന്ധിക്ക് വകമാറ്റിയെന്നായിരുന്നു കങ്കണ റണാവത്തിന്റെ ആരോപണം. സോണിയാഗാന്ധിയെ കുറിച്ചുള്ള കങ്കണ റണാവത്തിന്റെ പരാമർശം മാണ്ഡി MPയുടെ ഭൗതിക പാപ്പരത്തം കാണിക്കുന്നുവെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് തുറന്നടിച്ചു. തന്റെ പ്രസ്താവനകൾക്ക് തെളിവ് നൽകിയില്ലെങ്കിൽ കങ്കണയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസനത്തിന് കേന്ദ്രത്തിൽ നിന്നോ സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്നോ വരുന്ന ഫണ്ട് സോണിയാഗാന്ധിക്ക് നൽകുന്നുവെന്ന് പറയുന്നതിലും വലിയ വിഡ്ഢിത്തം വേറെയില്ലെന്നാണ് വിക്രമാദിത്യ സിംഗ് പരിഹസിച്ചത്. ഒരു രൂപയെങ്കിലും വകമാറ്റിയതിന്റെ തെളിവ് കാണിക്കാൻ BJP MP കങ്കണ റണാവത്തിനെ ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു. അല്ലെങ്കിൽ അടിസ്ഥാനരഹിതവും അനാവശ്യവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് സോണിയാഗാന്ധിയോട് മാപ്പ് പറയണം. അല്ലാത്ത പക്ഷം അവർക്കെതിരെ കോൺഗ്രസ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതേസമയം തന്റെ ചിത്രമായ എമർജൻസി റിലീസിന് യഥാസമയം സെൻസർ ബോർഡ് അനുമതി നൽകാത്തതിൽ മനം നൊന്താണ് BJP നേതാവ് അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് വിക്രമാദിത്യ സിംഗ് പരിഹസിച്ചു. കങ്കണ ഹിമാചൽ പ്രദേശ് സന്ദർശിക്കാറില്ല എന്നും സെൻസർ ബോർഡ് തന്റെ സിനിമ തടഞ്ഞതിനാൽ മണാലിയിലെ വീട്ടിൽ നിന്ന് അവർ ദുഃഖിക്കുകയും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹിമാചൽ ഗവൺമെന്റ് തങ്ങളുടെ ഖജനാവ് പൊള്ളയാക്കിയെന്നും സംസ്ഥാന സർക്കാരിൽ നിന്ന് ദുരന്ത നിവാരണ വായ്പയെടുത്തെന്നും ഫണ്ട് സോണിയാഗാന്ധിക്ക് വകമാറ്റിയെന്നുമായിരുന്നു കങ്കണയുടെ അവകാശവാദം. അവർ വായ്പയെടുത്ത് സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നു. ഇത് കാരണം സംസ്ഥാനത്തിന്റെ ഖജനാവ് പൊള്ളയായിരിക്കുന്നു. ഞങ്ങൾ, അതായത് കേന്ദ്രം, ദുരന്ത നിവാരണ ഫണ്ട് നൽകിയാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോകുന്നത്. എന്നാൽ അത് അവിടെ നിന്ന് സോണിയാഗാന്ധിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് ഞായറാഴ്ച മണാലിയിൽ നടന്ന ഒരു പൊതുയോഗത്തിനിടെ കങ്കണ പറഞ്ഞത്. അതേസമയം കങ്കണ റണാവത്ത് സംവിധാനം ചെയ്ത് മുഖ്യവേഷത്തിലെത്തുന്ന എമർജൻസി എന്ന ചിത്രത്തിന്റെ റിലീസിൽ ഇടപെട്ടിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. സിനിമയുടെ റിലീസിന്റെ കാര്യത്തിൽ ഈ മാസം 25-നകം തീരുമാനമെടുക്കണമെന്ന് കോടതി സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. സിഖ് സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നത്. സിനിമയ്ക്കെതിരെ ജബൽപൂർ സിഖ് സംഘം സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കാനും റിലീസ് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സെപ്റ്റംബർ 18-നകം തീരുമാനമെടുക്കാനും സെപ്റ്റംബർ 4-ന് കോടതി ഉത്തരവിട്ടിരുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ചയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിൽ കങ്കണ എത്തുന്ന എമർജൻസി റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കാലമാണ് ചിത്രത്തിന്റെ പ്രമേയം. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതൊഴികെ എല്ലാ ജോലികളും പൂർത്തിയാക്കി റിലീസിന് തയ്യാറാവുമ്പോഴായിരുന്നു സിഖ് മത സംഘടനകൾ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നത്. സിഖ് സമുദായത്തെ അധിക്ഷേപിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് വിവിധ സംഘടനകൾ കോടതിയെ സമീപിച്ചതോടെ ചിത്രത്തിന് പ്രദർശനാനുമതി കിട്ടുന്ന കാര്യം അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. ചിത്രത്തിന്റെ റിലീസിനും സെൻസർ സർട്ടിഫിക്കറ്റിനും വേണ്ടി നിർമ്മാതാക്കൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നും തിരിച്ചടിയാണ് എമർജൻസിക്ക് ലഭിച്ചത്. തുടർന്ന് റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. തന്റെ സിനിമയ്ക്കുമേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും ഭീകരമായ അവസ്ഥയാണിതെന്നും കങ്കണ നേരത്തെ തുറന്നടിച്ചിരുന്നു.